ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും സ്മരണ പുതുക്കി വ്യത്യസ്തമായ ഒരു പുൽക്കൂട്. അയ്യപ്പൻകോവിൽ ചപ്പാത്ത് പച്ചക്കാടിലാണ് തികച്ചും പ്രകൃതി സൗഹൃദമായ ഈ പുൽക്കൂട്. പച്ചക്കാട് കണിയാംഞാലിൽ തങ്കച്ചൻ എന്ന KJ ജോസഫാണ് തികച്ചും ജൈവ രീതിയിലുള്ള പുൽക്കൂട് നിർമ്മിച്ചിരിക്കുന്നത്. മഞ്ഞിന്റെ കുളിര്, നക്ഷത്രങ്ങളുടെ തിളക്കം, പുൽക്കൂടിന്റെ പുതുമ, പാതിരാ കുർബാനയുടെ പവിത്രത, എത്ര പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളുമായി വീണ്ടും ഒരു ക്രിസ്മസ് പടി കടന്നെത്തിയിരിക്കുകയാണ്. ക്രിസ്മസ് ഒരാഘോഷം മാത്രമല്ല, മറിച്ച് ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും ദിനം കൂടിയാണ്. പ്രതീക്ഷയുടെ ഒരു മഞ്ഞുകാലമാണ് ഓരോ ക്രിസ്മസ് കാലവും. പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും വലിയൊരു പച്ചത്തുരുത്ത് ഓരോ ക്രിസ്മസ് കാലവും നമുക്ക് പകർന്നു നൽകും. ക്രിസ്മസ് കാലത്തെ പ്രത്യേകതകളിലൊന്ന് പുൽക്കൂടാണ്. യേശുദേവൻ ജെറുസലേമിലെ കാലിത്തൊഴുത്തിൽ പിറന്നത് തന്റെ ഭാവനയിൽ ഒരുക്കിയിരിക്കുകയാണ് ഒരു ശില്പ നിർമ്മാതാവ്. ഒലിവ് മരത്തിന്റെ തൈ ഉൾപ്പെടെ എത്തിച്ചാണ് പുൽക്കൂട് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 24-ാം തീയതി വൈകുന്നേരത്തോടുകൂടി പുൽക്കൂട് നിർമ്മാണം പൂർത്തിയാകും. പ്രത്യേകത എന്ന് പറയുന്ന ഈ പുൽക്കൂട് ഞാൻ ഉണ്ടാക്കിയ ഇതിനകത്തുള്ള കംപ്ലീറ്റ് സാധനം ഞാൻ ഉണ്ടാക്കിയിട്ട, അതായത് ഉണ്ണീശോയെ തൊട്ട് ആട്, ഒട്ടകം, കഴുത, പിന്നെ ഞാനുകളെ, ഇതെല്ലാം നാച്ചുറലാണ്. ഈ സംഭവം മുഴുവൻ ഗോതമ്പുണ്ട്, തെനയുണ്ട്, പിന്നെ നമ്മുടെ പഞ്ഞപ്പുല്ലെന്ന് പറയുന്ന സാധനമുണ്ട്, ഗോതമ്പുണ്ട്, പിന്നെ ബാക്കി നമ്മുടെ നാച്ചുറൽ ചെടികളൊക്കെ തന്നെയാണ്. യേശുദേവൻ ഉണ്ടാകുന്ന ആ കാലഘട്ടത്തിൽ അല്ലെ ഉണ്ണീശോ പിറക്കുന്ന ആ സമയം ഏകദേശം എൻ്റെ മനസ്സിലെ ഒരു കണക്ക് പ്രകാരം ഇതുപോലൊക്കെ ആയിരിക്കാം. ജലസമൃദ്ധിയുള്ള ഒരു പരിസരത്തായിരിക്കും സത്രം വരുന്നതും ഉണ്ണീശോ പിറക്കുന്നതും. അതുകൊണ്ട് പരമാവധി ബാക്കിയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാതെ അന്നത്തെ ഒരു കണക്കിൽ ഉണ്ടാക്കിയെടുക്കാൻ മാത്രമാണ് ഞാൻ ശ്രമം നടത്തിയിരിക്കുന്നത്. ആദ്യകാലങ്ങളിൽ പുൽക്കൂടുകൾ നിർമ്മിച്ചത് പുല്ലുകളും ഇഞ്ചിപ്പുല്ലും വൈക്കോലും പനിയോലയും തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് തങ്കച്ചനും പുൽക്കൂട് നിർമ്മിച്ചത്. ഉണ്ണീശോ, മറിയം, ഔസേപ്പ്, പിന്നെ 3 രാജാക്കന്മാർ, ആട്ടിടയന്മാർ, ആടുമാടുകൾ, മാലാഖ തുടങ്ങിയവരുടെ രൂപങ്ങൾ തങ്കച്ചൻ തടിയിൽ സ്വന്തമായി കൊത്തിയുണ്ടാക്കിയാണ് പുൽക്കൂട്ടിൽ സ്ഥാപിച്ചിരിക്കുന്നത്. പ്രകൃതി രമണീയത തുളുമ്പുംവിധമാണ് നിർമ്മിച്ചിരിക്കുന്നത്. പുൽക്കൂട് നിർമ്മിച്ച തങ്കച്ചന്റെ കലാപരമായ ഭാവനകൾ പുൽക്കൂടിൽ ദൃശ്യമാണ്. തങ്കച്ചന്റെ പുൽക്കൂട് നിർമ്മാണം ആസ്വദിക്കാൻ പലരും സന്ദർശിക്കാറുമുണ്ട്. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.